നമസ്കാരം സുഹൃത്തുക്കളെ, സിറാജ് കരുമാടി എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച സഫ്വയിലെ ഒരു ഈന്തപ്പന തോട്ടം കാണാനുള്ള യാത്രയിലാണ്. ദമാമിൽ നിന്നും മാറി സഫ്വയിലെ ഒരു ഈന്തപ്പന തോട്ടത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സഫ്വയിലെ ഒരു ഈന്തപ്പഴ തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മുടെ ഈ തോട്ടത്തിലൊരു നമ്മുടെ സുഹൃത്തുണ്ട്, സലീം ഭായ് എന്ന് പറയും. നാട്ടിൽ അദ്ദേഹം വിതുരയിലാണ്. അദ്ദേഹമാണ് ഈ തോട്ടമൊക്കെ നോക്കി നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞു ഇന്നാണ് ഇതിൻ്റെ വിളവെടുപ്പ്. അദ്ദേഹം വിളവെടുക്കുന്നത് കാണാം. ഏതൊക്കെ ഇനം ഈന്തപ്പഴം ഉണ്ടെന്നും അതെങ്ങനെയൊക്കെയാണ് വിളവെടുക്കുന്നതൊക്കെ നമുക്ക് കണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തക്കാളിയാണ്. തക്കാളി ഇപ്പോൾ കൃഷി കഴിഞ്ഞു. ഇപ്പോൾ ഈന്തപ്പഴം വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തക്കാളി കൃഷിക്ക് പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം തക്കാളി കൃഷി എങ്ങനെയാണെന്നൊക്കെ വന്ന് നമുക്ക് ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അസ്ഫറുൽ അഹ്മർ എന്ന് പറയുന്നത് അല്ലേ, എന്താ പേര്? കസ്ഫറുൽ അഹ്മർ എന്നാണ് ഈ ഈന്തപ്പഴത്തിൻ്റെ പേര്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കറിയാൻ നമ്മുടെ സുഹൃത്തുണ്ട് സലീം ഭായ് ഉണ്ട്. സലീം ഭായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ. സലീം ഭായ്, ഈ ഈന്തപ്പഴത്തെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. ഇത് കസ്ഫറുൽ അഹ്മർ ഈ സഫയിലുള്ളതിൽ ഏറ്റവും നല്ല കൂടിയ പഴം ഇതാണ്. ഇത് അവർ പച്ചക്കും തിന്നും അവിച്ചും കഴിക്കും. ഇതിലൊരു ഒരു പിന്നെ മരുന്നും ചേർക്കുന്നില്ല? ഒരു മരുന്നും ചേർക്കുന്നില്ല. ഒരു മരുന്നും ചേർക്കില്ല. നമ്മളിത് ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ വളം ചാണകവും മണലും മാത്രമാണ്. ഒരു മരുന്നും ഒന്നും അടിക്കില്ല. മരുന്നടിക്കും, പഴം വീഴുമ്പോൾ മരുന്നടിക്കില്ല. പഴം എല്ലാം വെട്ടി തീർന്നിട്ട് വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി, പനയിൽ വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി മാത്രം മരുന്നടിക്കും. അത് പന പൂ വരുമ്പോഴോ ഇത് കാ വീഴുമ്പോഴോ വെക്കില്ല. ഇതെല്ലാം വെട്ടി തീരുമ്പോൾ പാകമായി നിൽക്കില്ല. ഇതിപ്പോൾ പാകമായി നിൽക്കുകയാണ്. സമയമാണ് ഇന്ന് കഴിക്കാം. ഒരു മരുന്നും അടിക്കാത്ത സാധനമാണ് ഇത്. നല്ല സാധനം, അടിപൊളി മധുരാട്ടാ. സാധാ ഈന്തപ്പഴത്തിൻ്റെ അല്ല. ഇതിൻ്റെ ഈ ഒരു കൊല തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1000 രൂപയ്ക്ക് പുറത്ത് വിലയാണ് അയാൾ കൊടുക്കുന്നത്. അയാൾ കൊടുക്കില്ല. അയാൾ കുടുംബത്ത് മാത്രമല്ല, ഇതിന് നല്ല വിലയുള്ള പഴം. അപ്പോൾ ഈ സഫയിൽ കിട്ടുന്നതിൽ ഏറ്റവും വിലയുള്ള പഴം ഒന്ന് ആ സൈഡ് നിൽപ്പുണ്ട് പേർക്ക്, അതുമാണ് ഏറ്റവും വിലയുള്ള പഴം. ഇത് ഉണക്കി പാക്ക് ചെയ്ത് ഇതിൻ്റെ കുരു എടുത്തിട്ട് ബദാമും നമ്മൾ അണ്ടിപ്പരിപ്പും ചേർത്ത് ഒരു പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാതെ പാവങ്ങൾക്ക് അദ്ദേഹം ഇത് പാകത്ത്. ഇപ്പം ഞാനിത് കട്ട് ചെയ്യും. ഒരാഴ്ചയുടെ കഴിയുമ്പോൾ ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ അടുത്തൊക്കെ പറിക്കും. ഗ്ലാസ് പറിച്ചതാണ് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി. ഈ പഴം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി ഇതോടെ പച്ചയോടെ കൊണ്ടുപോയി കഴിഞ്ഞ് പാലും മുട്ടയുടെ വെള്ളക്കരുവും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ല. ഞാൻ കൊണ്ടുപോയി എൻ്റെ മകനിത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോയി നമ്മൾ കീറി ഇതിൻ്റെ അരി എടുത്തിട്ട് പാലും നമ്മളെ മുട്ടയുടെ വെള്ളക്കരു, മഞ്ഞക്കരു ചേർക്കരുത്. ജ്യൂസ് അടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരുടെ ബ്ലഡിന് കൗണ്ട് കൂടും, മറ്റു പ്രശ്നങ്ങളുണ്ടാവില്ല. പെൺകുട്ടികൾക്ക് നല്ലതാണ്. ഇത് 3 വർഷത്തിലെ കാര്യം. 3-ാം വർഷം ഇത് കാര്യം. ഇവിടെ നമ്മൾ കാണുന്ന മറ്റു സാധാരണ നെല്ലിൽ വലിയ പനയാണ്. പക്ഷെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ പനകൾ. വലിയ പന എന്ന് പറഞ്ഞാൽ അത് വേവ് എടുക്കും. പിന്നെ ഇത് അതിൻ്റെ സൈഡിൽ കാണാം. അതൊക്കെ പെട്ടെന്ന് മുറിച്ച് കളയുകയാണ്. ഈ പരുവത്തിലുള്ള വീഴുന്ന കായാണ് നല്ല കാ. വലിയ പനയിൽ കാ വീഴും, പക്ഷെ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. വ്യത്യാസം. ഈ ഈന്തപ്പഴത്തിന്റെ പേരാണ് ഗ്ലാസ്.
അദ്ദേഹം ഇപ്പോൾ ഇത് വിളവെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ നല്ല നിറഞ്ഞു നിന്ന സാധനമാണ് ഇതെടുക്കുന്നത്. പകുതി പഴുത്ത് വരുന്നതാണ് എടുക്കുന്നത്, ഫുള്ളല്ല. വീട്ടിലെ ആവശ്യത്തിനേക്ക് ഈ സാധനം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധാ മാർക്കറ്റിൽ കിട്ടുന്ന ഈന്തപ്പഴമാണ്. സലീം ഭായി ഇപ്പോൾ എത്ര നാളായി ഇവിടെ? ഞാനിവിടെ ഒരു 13ാമത്തെ വർഷം. ഇതാണ് അസ്ഫർ തവീൽ. തവീൽ എന്ന് പറയുന്ന ശരിക്കും നീളമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ അസ്ഫർ തവീൽ എന്ന് വിളിക്കുന്നത്. ഇതും നല്ല ടേസ്റ്റുള്ള ഒരു ഇനം ഈന്തപ്പഴം തന്നെയാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ തേനെടുക്കുന്നത്. സലീം ഭായി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ തേനെടുക്കുന്നത് ഈ ഈന്തപ്പഴത്തിന് തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഈന്തപ്പന എന്ന് പറയുമ്പോൾ നല്ല നീളത്തിൽ നല്ല ഹൈറ്റിൽ തളപ്പൊക്കെ ഇട്ട് കയറുന്ന ഒരു രീതിയാണ് മറ്റുള്ള ഫാമുകളിലൊക്കെ ഉള്ളത്. ഈ ഫാമിലെല്ലാതും വളരെ നമ്മുടെ ഹൈറ്റിന് അനുസരിച്ചിട്ടുള്ള ഈന്തപ്പഴ കുലകളാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറിക്കാനും എളുപ്പമാണ്. ഈ ശരിയായി പറിക്കുന്ന കണക്ക് പറിച്ച് നേരെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അത് തളപ്പിട്ട് മരത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കിന് ഉണ്ടാവുന്ന അപകടങ്ങൾ വളരെയധികം കുറയും. ആക്ച്വലി പന മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് നമ്മൾ പൂ വെച്ച് കെട്ടും. മൊത്തം ഇതിന്റെ മുള്ളു വലിച്ച് പൂ വെച്ച് കെട്ടും. നബാത്ത് എന്നാണ് പറയുന്നത്. നബാത്തായി വരുന്ന സമയത്ത് ആൺപനയുടെ പൂവിനെ കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ ഇണ ചേർത്ത് വെച്ച് 40 ദിവസം ആകുമ്പോൾ പരുവം ആവും. കെട്ടി താനെ ഇത് പരുവമായി വരുമ്പോൾ താനെ ഇത് കെട്ട് പൊട്ടിപ്പോകും. 40 ദിവസം കെട്ടി വെക്കണം അതുപോലെ അല്ലേ? കെട്ടി വെച്ച് താനെ പരുവാകുമ്പോൾ താനെ പൊട്ടി പരുവമായി. ആൺപനയുടെ പൂവ് പെൺപനയിലേക്ക് കൊണ്ടുവന്നു പരാഗണം ചെയ്യും. കാറ്റിൽ നിന്നും പൂർവ്വമായിട്ട് ഇതിൽ പരാഗരണം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മളത് പൂ മേടിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് ആൺപനയുടെ മൂട് പറയാതെ വരുമ്പോൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കും. അതിൽ ഫെബ്രുവരി മാർച്ചിലാണ് അതിൻ്റെ ടൈം. ഫെബ്രുവരി മാർച്ചിൽ നമ്മളതുകൊണ്ടും കെട്ടി. അത് കഴിഞ്ഞിട്ട് അത് കായാകുന്നത് പിന്നെ എത്ര മാസം കഴിയുമ്പോഴാണ്? അത് 4 മാസം കഴിയുമ്പോൾ നമ്മൾ വിളവെടുക്കാം. 4 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിളവെടുത്ത് തുടങ്ങി. ഇതാണ് ബുറ എന്ന് പറയുന്ന ഈന്തപ്പഴം. ഏറ്റവും ആദ്യം വിളവെടുക്കുകയും ഏറ്റവും ആദ്യം കായ്ക്കുകയും അതുപോലെ ഏറ്റവും ആദ്യം വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു ഈന്തപ്പഴമാണിത്. ബുറ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മധുരമുണ്ട് ശരിക്കും, പക്ഷേ മറ്റുള്ള ഈന്തപ്പഴത്തിൻ്റെ അത്ര ടേസ്റ്റ് ഇത് തോന്നുന്നില്ല. കൊള്ളാം. ഇതാണ് ഹിലാലി എന്ന് പറയുന്ന ഐറ്റം. ഇത് വിളവെടുക്കാനായിട്ടില്ല എന്നാണ് സലീം ഭായി പറഞ്ഞത്. പിന്നെയും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വേറെ 3 ഇനം ഈന്തപ്പഴം കൂടിയുണ്ട്. ഇതാണ് കസ്ഫറുൽ അസ്ഫർ അല്ലേ? നമ്മൾ ആദ്യം കണ്ടത് കസ്ഫറുൽ അഹ്മറാണ്. ഇത് കസ്ഫറുൽ അസ്ഫറാണ്.
ഇത് മറ്റൊരു ഐറ്റമാണ്. ഇതിന് ബർഹി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഏകദേശം പകുതിയോളം പഴുത്ത് കിടക്കുകയാണ്. അദ്ദേഹം ഇന്ന് വിളവെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനിപ്പം 2 ദിവസത്തിനുള്ളിൽ വിളവെടുക്കും. അതിന് പാകത്തിനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ സഫ്വയിൽ ഈ തോട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ എത്തിയ ഒരു പ്രതീതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ്. ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ എത്രത്തോളം ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ മനോഹരമായ ഒരു എന്താ പറയുക കാഴ്ചകളാണ് ഇവിടെ. ഈന്തപ്പഴത്തോട്ടവും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ ഈ തോട്ടം നമ്മുടെ ഒരു സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്കുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ഈന്തപ്പന തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും സിറാജ് കരുമാടി സൈനിങ് ഓഫ്. ബൈ.